അസ്സലാമുഅലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? അപ്പോൾ ഇന്ന് ഞാൻ വേറൊരു ടിപ്പുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ സാരി വെട്ടി തന്നെ ചുരിദാർ തയ്ക്കാൻ പോകുന്നത്. ഇത് എൻ്റെ ചുരിദാറല്ല, ഇത് ഞാൻ കടയിൽ കസ്റ്റമർക്ക് വേണ്ടി ചുരിദാർ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാലൻസ് ആണ് കേട്ടോ. ബാലൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഷോള് റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അതിനുള്ള പാർട്ട് മാറ്റി വെക്കണം. എന്നിട്ടാണ് നമ്മൾ ചുരിദാറൊക്കെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇത് മുറിച്ച് മാറ്റിയായിരുന്നു. അപ്പോൾ ഈ ഷോള് നിങ്ങളെ കാണിച്ചു തരാമെന്ന് കരുതി. ടോപ്പും ബോട്ടും ഷോളും ഇതേപോലെ റെഡിയാക്കാൻ പറ്റും കേട്ടോ. അതായത് ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഷോൾ എടുക്കുകയാണെങ്കിൽ വെറും 1.25 മീറ്റർ മാത്രം മതി നമുക്ക് ഷോളിന്. ബാക്കിയുള്ള മെറ്റീരിയൽ വെച്ച് നമുക്ക് ടോപ്പും ബോട്ടും തയ്ക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ആ രീതിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഷോളിനുള്ള മെറ്റീരിയൽ ഇതാണ്. അത് കറക്റ്റായിട്ട് രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് കട്ട് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതാ ഞാൻ നീറ്റായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ നടുഭാഗത്തൂടെ കട്ട് ചെയ്യണം. അതിന് മുന്നേ ആയിട്ട് ഞാൻ വേറൊരു കാര്യം പറയാം. ഇത് എത്ര മീറ്റർ എടുക്കണമെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? അപ്പോൾ അതുകൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോളിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് നോക്കാം. നമുക്ക് സാധാരണ യൂസ് ചെയ്യണം. ഇപ്പോൾ 2.5 മീറ്റർ ആണെങ്കിൽ ഇതേപോലെ 1.25 മീറ്റർ ഷോളിന് എടുക്കാം കേട്ടോ. അപ്പോൾ നോർമൽ ഒരാൾക്ക് ഒരു 2.5 മീറ്റർ വേണ്ടി വരുമായിരിക്കും. ഇനിയിപ്പോൾ ഇത്തിരി നീളം കുറഞ്ഞതാണെങ്കിൽ 2.25 മീറ്റർ മതിയാവും. അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ പകുതി നമുക്ക് എത്രയാണോ ഷോളിൻ്റെ ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ പകുതി ലെങ്ത്തിൽ നമുക്ക് സാരിയുടെ മുന്താണിയിൽ നിന്ന് അളന്നിട്ട് മുറിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് 1.25 മീറ്റർ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് വെച്ച് 2.5 മീറ്ററുള്ള ഒരു നല്ല നീളമുള്ള ഷോള് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ഇതിനെ നീറ്റായിട്ട് മടക്കിയിടുക. ഇനിയിപ്പോൾ തേക്കണമെങ്കിലൊക്കെ ഒന്ന് തേച്ചിട്ടൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഹാൻഡ്ലൂം സാരിയാണ്. ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗത്തു നിന്ന് ബോട്ടവും ടോപ്പും തയ്ച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഷോള് പക്ഷേ ഇതിൻ്റെ മുന്താണി ഭാഗത്തുനിന്ന്. അപ്പോൾ മുന്താണി ഭാഗം നോക്കിയിട്ട് ഞാനൊരു 1.25 മീറ്റർ അളന്നെടുത്തിട്ട് അതിങ്ങനെ നീളത്തിൽ മടക്കിയിട്ടിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ഷോളാക്കി എടുക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇതാ ഇവിടെ സ്റ്റിച്ച് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത് ഷോള് ഞാൻ മുറിച്ചെടുത്തേക്കണ സാരിയിൽ നിന്നാണ് മുറിച്ചെടുത്തതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ സാരിയിൽ നിന്ന് മുറിച്ചെടുത്തപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ നിന്നുള്ള ബോർഡറും കൂടെ ഞാനിങ്ങ് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ട് സൈഡിലും ഈ ബോർഡർ ഉണ്ടല്ലോ. അപ്പോൾ സാരിയിൽ നിന്ന് ബാക്കിയുള്ള ഭാഗത്തു നിന്ന് ഇതാ ഒരു സൈഡിലേക്കുള്ള ബോർഡർ എടുത്തിട്ടുണ്ട്. ഇതെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിൽ തുമ്പത്തൊക്കെ പിടിപ്പിച്ചു കൊടുക്കാനാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ കാണിച്ചു തരാം. നല്ല വശം ചേർത്ത് വെക്കുക കേട്ടോ. കറക്റ്റായിട്ട് വെക്കുക. അപ്പം നമ്മൾ വെട്ടുമ്പോൾ ഇത് നീറ്റായിരിക്കണം കേട്ടോ. വളഞ്ഞൊന്നും പോവരുത്. നീറ്റായിട്ട് തന്നെ വെട്ടിയെടുക്കുക. എന്നിട്ട് ഇതാ നോക്കിയാൽ ഇങ്ങനെ ഒപ്പം വെക്കരുത്, ഒരു ഇത്തിരി കയറ്റി. അപ്പോൾ ഇത് ഇങ്ങനെ കറക്റ്റ് ഒപ്പമായിരിക്കണം. ഇതൊപ്പം വെക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞത്. ഇത് രണ്ടെണ്ണം ഇങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ, ഇത് ഒപ്പം വെക്കാണ്ട് അടിയിലത്തത് കുറച്ചൊന്ന് ചാടിച്ച് നിർത്തുക, തള്ളി നിൽക്കുക. എന്നിട്ട് അതിങ്ങനെ പൊതിഞ്ഞ് വെക്കുക കേട്ടോ മുകളിലത്തെ പീസിൻ്റെ മുകളിലേക്ക്. ഒപ്പം വെച്ചിട്ട് മടക്കരുത്. ഒരെണ്ണം ഇത്തിരി കയറ്റി വെച്ചിട്ട് താഴത്തത് കുറച്ചൊന്ന് ഇറക്കി വെക്കുക. എന്നിട്ട് ആ ഇറക്കി വെച്ചത് കണ്ട ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പൊതിഞ്ഞ് വെക്കുക. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഞാൻ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ? അതേപോലെ ചെയ്യാം കേട്ടോ. അങ്ങനെ നീളത്തിൽ നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പം നിങ്ങളിതുപോലെ ഷോള് റെഡിയാക്കാറുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, ബേസിക് ക്ലാസ്. അപ്പോൾ ഈ കാണുന്ന നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ, എന്നെ വിളിക്കുക കേട്ടോ ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കണമെന്നുള്ളതിൻ്റെ ലിസ്റ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അതൊന്ന് നോക്കിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം കേട്ടോ. അപ്പോൾ നമ്പർ നോട്ട് ചെയ്തോളൂ കേട്ടോ. നോക്കി നമ്മുടെ ഷോളിൻ്റെ അറ്റം വരെ നമ്മൾ ഇങ്ങനെ മടക്കി, അതായത് ഒരു എൻഡ് മാത്രം മടക്കിയിട്ട് പതിച്ചടിച്ചിട്ടുണ്ട്, അറ്റം വരെ അടിച്ചിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് പതിച്ചടിക്കണം. അതിനായിട്ട് ഇത് മടക്കിയ വശത്തേക്ക് തന്നെ വീണ്ടും മടക്കുകയാണ്. എന്നിട്ട് ആ മടക്കിൻ്റെ മുകളിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് കുളമാക്കരുത്. പതുക്കെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഈ നടുഭാഗത്ത് മാത്രം ഒരു ജോയിൻറ്റ് വരുള്ളൂ. അതിപ്പോൾ നമ്മൾ സൈഡിൽ ഇടുകയാണെങ്കിലോ അല്ലെങ്കിൽ ബാക്കിലേക്ക് ഇടുകയാണെങ്കിലോ ഇങ്ങനെ ഷോള് ചുരുണ്ട് കിടക്കുമ്പോൾ ആ ജോയിൻറ്റ് കാണില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നീറ്റായിട്ട് അടിക്കുക. അല്ലെങ്കിൽ പിന്നെ വലുതായിട്ടൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പ്രൊജക്റ്റ് ചെയ്ത് കാണും. അപ്പോൾ ഇതെങ്ങനെ അടിക്കണമെന്നും പിന്നെ ബോർഡർ വെക്കണമെന്നൊക്കെ കാണിച്ചു തരട്ടെ. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ബോർഡർ വന്നിട്ടുണ്ട്, ആ സാരിയുടെ ബോർഡർ വന്നിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡിലും കൂടെ നമുക്ക് ആ ബോർഡർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി ചെയ്യുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 1.25 മീറ്റർ മതി നമുക്ക് ഷോള് റെഡിയാക്കി എടുക്കാൻ. പിന്നെ ഒരു കുറച്ച് ബോർഡറിൻ്റെ ആവശ്യവും കൂടെ ഉള്ളൂ. അത് നമുക്ക് സാരിയിൽ ഇപ്പോൾ 2 സൈഡ് ബോർഡർ ഉണ്ടെങ്കിൽ ഒരു സൈഡ് നമുക്ക് ഇതേപോലത്തെ മുറിച്ചെടുക്കാമല്ലോ. ഇതിപ്പോൾ നോക്കിയാൽ ഇപ്പുറത്തെ സൈഡിൽ ബോർഡർ ഉണ്ട്. ഇതിൻ്റെ നല്ല വശമാണ്. ഇതിൻ്റെ നല്ല വശം ഇങ്ങനെ ചേർത്ത് വെച്ചേക്കാണ് കേട്ടോ. എന്നിട്ട്
അടിയിലേക്ക് വെച്ചു. അത് അടിയിലേക്ക് വെച്ചിട്ട് അതിൻ്റെ ഒരു തുമ്പ് ഷോളിൻ്റെ ആ മെറ്റീരിയലിലേക്ക് ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ട് അടിക്കുകയാണ്. അപ്പം നേരത്തെ നമ്മൾ അടിച്ചില്ല, അതേപോലെ തന്നെ പൊതിഞ്ഞ് വെച്ച് തന്നെ അടിക്കുക കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അതിൽ കൂടെയൊക്കെ നൂലഴിഞ്ഞ് കിടന്ന് ഇൻ്റർലോക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഈ പൊതിഞ്ഞ് വെച്ച് അടിക്കുക എന്ന് പറയണത് കേട്ടോ. ഇതാ കറക്റ്റായിട്ട് അറ്റം വരെ അടിച്ചെടുക്കാം. അപ്പോൾ ഈ ബോർഡർ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബോർഡറിൻ്റെ ചീത്തവശം നമ്മുടെ ഷോളിൻ്റെ ചീത്തവശമായിട്ട് ചേർത്ത് വെച്ചേക്കാണ്. കണ്ടോ? എന്നിട്ടാണ് നമ്മളതിൻ്റെ വക്ക് ഇങ്ങനെ പൊതിഞ്ഞടിക്കണത് കേട്ടോ. അറ്റം വരെ ഇങ്ങനെ അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ തയ്യൽ വിട്ടൊന്നും പോവരുത്, അത് ശ്രദ്ധിച്ച് തന്നെ അടിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് സ്റ്റിച്ച് മാറിപ്പോവരുത് കേട്ടോ. അപ്പം നിങ്ങളുടെ നല്ല സാരികളൊക്കെ ഉണ്ട്, കുറേ ഇനി ഉടുക്കാൻ പറ്റൂലാത്ത സാരികൾ ചിലപ്പോൾ ചവിട്ടി കുറച്ചൊന്ന് കീറിയിട്ടുണ്ടാവും. എന്നാലും അതിൻ്റെ മുകളിലത്തെ കസവൊക്കെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഷോളാക്കാം, എന്നിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ചുരിദാർ തയ്ക്കാം. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷനൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റുമേ. അപ്പോൾ നിങ്ങൾ ചുരിദാർ തയ്ക്കാനൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തിരിയൊക്കെ അറിയാവുന്നവരാണെങ്കിൽ ആദ്യം ലൈനിങ് ഒക്കെ കട്ട് ചെയ്തതിന് ശേഷം സാരിയിലെ നല്ല ഭാഗങ്ങൾ നോക്കിയിട്ട് അതിൽ നിന്ന് ആ ലൈനിങ് വെച്ചിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഷോൾ ഇങ്ങനെ മുന്താണി ഭാഗത്തു നിന്ന് എടുക്കുകയാണെങ്കിൽ നല്ല ഷോളായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. ആ ചുരിദാർ ബോട്ടം മാത്രം അപ്പം നമ്മൾ വാങ്ങിച്ചാൽ മതി. അപ്പോൾ അത് മൊത്തത്തിൽ അടിച്ചിട്ടുണ്ട്. കണ്ടിങ്ങനെ വെച്ച് മടക്കി അടിച്ചു. ഇനി ഇങ്ങനെ വിടർത്തി എടുത്തിട്ട് ഒന്ന് പതിച്ചടിച്ചാൽ മതി. അപ്പോൾ ആ ഒരു ബോർഡർ അവിടെ വരികയും ചെയ്യും. എന്നാലും അവിടെ തയ്യൽ തുമ്പ് ഒന്നും പുറത്തേക്ക് കാണൂല കേട്ടോ. കറക്റ്റായിട്ട് നമുക്ക് അറ്റം വരെ അടിച്ചെടുക്കാൻ പറ്റും. കണ്ടോ? നീറ്റായിട്ട് വരണുണ്ട്. അറ്റം വരെ അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഷോളിൻ്റെ എൻഡ് ഭാഗം നമുക്ക് നീറ്റാക്കണ്ടേ. അതിനായിട്ട് ഇതാ ഒരു ബോർഡറിൻ്റെ കഷ്ണം കൂടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ നല്ല വശം ഷോളിൻ്റെ ചീത്ത വശത്ത് വെക്കുക. എന്നിട്ട് മോൾ ഭാഗം ദാ ഇങ്ങനെ മൂലക്ക് മടക്കി അടിക്കുക കേട്ടോ. കണ്ടോ? ഇങ്ങനെ മടക്കി അടിച്ച പോലെ നിങ്ങൾ മടക്കി അടിക്കുക. മടക്കി വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക കേട്ടോ. കറക്റ്റായിട്ട് അടിക്കുക കേട്ടോ. അപ്പോൾ ആ ബോർഡറിൻ്റെ നല്ല വശം നമ്മുടെ തുണിയുടെ അടിവശത്തേക്ക് ചേർത്ത് വെച്ചേക്കാണ്. നല്ലതാണ് ഇപ്പുറത്തേക്ക് മറിഞ്ഞ് വരുമ്പോൾ അത് കറക്റ്റായിട്ട് നല്ല വശം ഇപ്പുറത്തേക്ക് വരുള്ളൂ കേട്ടോ. അപ്പോൾ നീറ്റായിട്ട് അടിക്കുക. അപ്പോൾ ക്ലാസ്സിൽ കയറണമെന്നുണ്ടെങ്കിൽ നമ്പർ നോട്ട് ചെയ്തോട്ടോ. നോട്ട് ചെയ്തിട്ട് എന്നെ വിളിക്കുക. ഓക്കെ? എന്താ നോക്കിയേ, ഈ ഭാഗം കുറച്ച് കൂടുതലുണ്ടായി, അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് അറ്റം വരെ അടിച്ചിട്ടുണ്ട്. ഓക്കെ? ഇനി ആ തുമ്പത്ത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കിക്കോളൂ കേട്ടോ. ഇനി ഇതിനെ വിടർത്തിയെടുക്കുക. എന്നിട്ട് അതിനൊന്ന് ക്രോസ് ആയിട്ട് മടക്കണം. ഇപ്പുറത്തെ സൈഡ് നമുക്ക് വിടർത്തിയെടുക്കാം കേട്ടോ. ഇനി ക്രോസ് ആയിട്ട് ഇങ്ങനെ മടക്കുക. ഒരു ത്രികോണം സമൂസയൊക്കെ മടക്കൂലേ എന്ന പോലെ ഈ തയ്യലിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങോട്ട് മടക്കി കൊടുക്കാം. കണ്ടോ? എന്നിട്ട് എൻഡിൽ നിന്ന് നമുക്ക് അടിച്ചു തുടങ്ങാം. എന്നിട്ട് ഈ എൻഡ് ഒന്ന് മടക്കുക. ജസ്റ്റ് അവിടെ നമ്മൾ ആ കീറിയെടുത്ത നൂലിൻ്റെ തുമ്പുണ്ടാവും, അതൊന്ന് മടക്കിയിട്ട് ഈ കോർണർ ഇങ്ങനെ നീറ്റാക്കി വെച്ചിട്ട് നമുക്കിങ്ങനെ തിരിച്ച് അടിച്ചെടുക്കാം. അപ്പോൾ ഷോൾ ഇഷ്ടമായോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്നിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നോക്കിയേ, ഷോളിൻ്റെ ഈ സൈഡും അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് അടിക്കണം കേട്ടോ. എന്നാലാണ് നീറ്റായിട്ട് വരുള്ളൂ. ഇതുപോലെ വക്ക് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ അടിച്ചെടുക്കുക. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് കെട്ടാൻ പറ്റുന്ന സാരിയാണെങ്കിലേ ചിലപ്പോൾ നൂലഴിച്ച് കെട്ടാൻ പറ്റുന്നത് ഈ തുമ്പത്ത് നമുക്ക് കെട്ടിട്ട് കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ സാരിയുടെ തുമ്പത്ത് നൂലഴിച്ച് കെട്ടിടുമല്ലോ, അതേപോലെ ഇതിപ്പോൾ ഈ കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് കെട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് എടുത്തത് കേട്ടോ. അല്ലെ പിന്നെ അവിടെ നൂല് വലിച്ചിട്ട് കെട്ടുകയാണെങ്കിൽ ശരിക്കും റെഡിമെയ്ഡ് ഷോള് പോലെ തന്നെ ഇരിക്കും. ഈ എൻഡും കൂടെ നമുക്ക് മടക്കി നേരത്തെ വെച്ച പോലെ തന്നെ സമൂസയുടെ ഷേപ്പിൽ മടക്കി അവിടെ ത്രികോണാകൃതിയിൽ വരുന്ന രീതിയിൽ, കോണ് പോലെ വരുന്ന രീതിയിൽ നമുക്കൊന്ന് മടക്കി റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി ആ എൻഡിലേക്കൊന്ന് അടിച്ച് നിർത്തിയാൽ മതി. അപ്പോൾ നമ്മുടെ ഷോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ മൊത്തത്തിൽ ഷോളൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡും കൂടെ ഒന്ന് അടിച്ചേക്കാം, ഒന്ന് പതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടേ, ഇത്തിരി ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്. കണ്ടോ? നല്ല ഭംഗിയില്ലേ ഷോള് കാണാനായിട്ട്? ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളും കൂടെ പറയണം കേട്ടോ. നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട് എന്ന്. ആ കമൻറ്റ് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. നോക്കി, രണ്ട് സൈഡിൽ ഞാൻ ഇതുപോലെ ബോർഡറൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ? നല്ല അടിപൊളിയായിട്ട് ഷോള് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഷോള് റെഡി ആക്കണമെങ്കിൽ സാരി കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ മുന്താണിയുടെ ഭാഗത്തുനിന്ന് ഒരു 1.5 മീറ്റർ എടുത്തിട്ട്, 1.5 മീറ്റർ വേണ്ട കേട്ടോ, 1.25 മീറ്റർ മതി. 1.5 മീറ്റർ ആകുമ്പോൾ 3 മീറ്റർ ഷോളാവും, അത്രയും വേണ്ട, 1.25 മീറ്റർ എടുത്താൽ മതി കേട്ടോ.
എന്നിട്ട് ഇതാ ഇതുപോലത്തെ ഷോളൊക്കെ ഒന്ന് തയ്ച്ചെടുക്കുക. അടിപൊളി ഷോളാണ്, നമുക്ക് സൂപ്പറായിട്ട് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്പർ നോട്ട് ചെയ്തോളൂ, എന്നെ വിളിച്ചോളൂ കേട്ടോ ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ടാറ്റാ ബൈ ബൈ. താങ്ക് യു.